ഹായ് ഫ്രണ്ട്സ് ടോറിട്ട് ഫൈനൽ പാർട്ട്. അങ്ങനെ ഹീറോയിൻ്റെ ചേട്ടൻ ലവ് ടോർച്ചർ ചെയ്തു സിംഗ് പറഞ്ഞ മിയാൻകളുടെ പേര് ഹീറോയിൻ്റെ ചേട്ടൻ്റെ വൈഫിൻ്റെ പേര്. അങ്ങനെ ഹീറോയിന് ഇന്ത്യയിൽ സെറ്റിലായിരുന്നു. അതുമാത്രമല്ല ബാക്കി മെമ്പേഴ്സിൻ്റെ വൈഫല്ല ഇന്ത്യയിലാണ് സെറ്റിൽ ചെയ്തത്. ഹീറോയിൻ പൂച്ചൻ്റെ ചേട്ടൻ്റെ വൈഫ് ഇന്ത്യയിലാണ്, അവരൊരു ആദ്യ വൈഫ് ഇന്ത്യയിൽ. അങ്ങനെ അവരെല്ലാം സെറ്റിലായി. അങ്ങനെ ഇവിടുത്തെ ഇന്ത്യയിലാണ് ബിസിനസ് റൺ ചെയ്യുന്നത്. ഹീറോയിൻ പറയുന്നു ഇന്ത്യയായിട്ട് അവർക്ക് കൂടെ ഭയങ്കര ഹാപ്പി ആയിട്ട്. ഇപ്പോൾ ഇന്ത്യയൊക്കെ എല്ലാവരും വന്നായിരുന്നു. എല്ലാവരും ഇന്ത്യയിലുണ്ട്. അവർ വലിയ വീടാണ്, ഫാൻസ് വൈഫ്. അങ്ങനെ ഹീറോയിൻ്റെ അന്നി വന്ന് ഹീറോയിൻ്റെ ചേട്ടൻ വൈഫ് വന്നായിരുന്നു. എങ്ങനെയുണ്ട് എന്ന് പറഞ്ഞ് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. ഹീറോയിൻ പറയായിരുന്നു, ചേട്ടൻ പറഞ്ഞൊരു കാര്യമില്ല എന്ന് പറഞ്ഞ് ചേട്ടനെ നോക്കുമായിരുന്നു. പാവ ചേട്ടൻ എന്നിട്ട് എന്നെ കുറുകുറു നോക്കാം. ഇവ ഡേയ്സ് നന്നിട്ട് പോകുന്നത്. ഹീറോയിൻ്റെ ചേട്ടൻ എനിക്ക് ബേബീസ് ജനിച്ചായിരുന്നു. അതെ, ഹീറോയിൻ്റെ ചേട്ടൻ എനിക്ക് ബേബീസ് പറഞ്ഞ ചേട്ടൻ എനിക്ക് പറഞ്ഞ ഭയങ്കര ക്യൂട്ടായിട്ട് ബേബീസാണ് ജനിച്ചത്. ഹീറോയിൻ്റെ ചേട്ടൻ പറയുന്നത് അതെ, സെവൻ ബേബീസാണ് ജനിച്ചത്. അതെ, 7 ബേബീസാണ് ജനിച്ചത്. ഹീറോയിൻ്റെ ചേട്ടനി പറയായിരുന്നു, കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് 7 ബേബീസ് എന്ന് പറഞ്ഞു. ഹീറോയിൻ്റെ ചേട്ടൻ വൈഫ് ചിത്തിരി പറയായിരുന്നു 7 ഗേൾ ബേബി, ഒരു ബോയ് ബേബിയാ എന്ന് പറഞ്ഞ് ഹീറോയിൻ്റെ ചേട്ടൻ്റെ വൈഫ് പറയായിരുന്നു. ഇത് കണ്ട് ഹീറോയിൻ ചിത്തിരി പറയായിരുന്നു. ചേട്ടൻ പറയായിരുന്നു എനിക്കെല്ലാം ഗേൾ ബേബിയാ എന്ന് പറഞ്ഞ് ഹീറോയിൻ ചേട്ടൻ പറയായിരുന്നു. ഒരേ ഒരു ബോയ് ബേബിയാ എന്ന് പറയായിരുന്നു. ഹീറോയിൻ ചിരിച്ചിട്ട് പറയായിരുന്നു. അങ്ങനെയായിട്ട് ഡേയ്സ് നന്നായിട്ട് പോകുന്ന തുടങ്ങിയായിരുന്നു. ബേബീസ് എല്ലാം കുറച്ച് വളരാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെ അവർ ഭയങ്കര ഫാമിലിയായിട്ട് ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. ഹാപ്പി ഫാമിലീസ് ആയിട്ടുണ്ടായിരുന്നു. ഹീറോയിൻ പറയുന്ന എല്ലാവരും സന്തോഷത്തിലുണ്ടായിരുന്നു. അതെ എന്നാ പറഞ്ഞാൽ അവർ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. ഇപ്പം അവരെല്ലാവരും സന്തോഷത്തിലുണ്ട്. നമ്മൾ ഹീറോയിൻ പറയണം മമ്മി ഡാഡി എന്ന് പറഞ്ഞ് ഹീറോയിൻ പറയുന്നു എങ്ങനെയുണ്ട് പോകുന്നു, എല്ലാം നന്നായിട്ട് പോകുന്നുണ്ട് മോളെ ബിസിനസ്. എൻ്റെ അനിയനെ കാരിങ്ങായിട്ട് നോക്കുക എന്നെ പറയുന്നു. അവരെല്ലാം ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയിൻ ചുമ്മാ വെളിയിൽ വന്നതായിരുന്നു കാത്തു കൊള്ളാനായിട്ട്. അപ്പോൾ ഒരു ചെക്കൻ അടുത്ത വീട്ടിലൂടെ പുതിയ കുടി വന്ന ചെക്കനാണ്. ആ ചെക്കനക്കാരല്ല ഹീറോയിക്ക് മാരേജ് ചെയ്യാൻ. ആ ചെക്കൻ ഹീറോയിൻ വെളിയിൽ വരുമ്പോൾ ഹായ് ഗേൾ എന്ന് പറയായിരുന്നു. ഹീറോയിക്ക് ആരപ്പം നീ പറഞ്ഞായിരുന്നു. ഹീറോയിൻ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ ഹലോ എന്ന് പറയായിരുന്നു. അപ്പോൾ ചെക്കൻ നോക്കും ഷോക്കായിരുന്നു. അപ്പോൾ ഈ ഗേൾക്ക് മാരേജ് ആയോ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല സിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഓടിപ്പോയി. ഹീറോയിൻ കൺഫ്യൂസായിരുന്നു. അതുമാത്രമല്ല ഹീറോയിനെ നോക്കും പുറകിലും നോക്കുമായിരുന്നു. ഷുഗറായിരുന്നു, മുറക്കായിരുന്നു ഷുഗർ. അതുകൊണ്ട് അവൻ തെറിച്ചോടിയായിരുന്നു. അങ്ങനെയായിട്ട് എന്താ പറയുമായിരുന്നു. അങ്ങനെ ഹീറോയിൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. എന്താ ഷുഗർ നിന്നെ കണ്ടിട്ട് ഓടിയതാ എല്ലടി അതൊന്നുമില്ല എന്ന് പറഞ്ഞു. ഷുഗർ ഹീറോയിനെ കൊച്ചു തുടങ്ങി. ഷുഗർ നോക്കി മുറക്കായിരുന്നു. അങ്ങനെയായിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് ഉണ്ടായിരുന്നു. എല്ലാവരും ഫാമിലിയായിട്ട് ഹാപ്പിയായി. അങ്ങനെ എല്ലാവരും ഫുഡെല്ലാം കഴിച്ച് എൻജോയ് ചെയ്യുന്നത്. ഫാമിലി ഫോട്ടോസ് എടുക്കുമായിരുന്നു. അത് മാത്രമല്ല ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. ഹീറോയിൻ പറയുന്നു നന്നിട്ടുണ്ടല്ലോ ചേട്ടാ എന്ന് പറയുന്നത്. അതടി ഹീറോയിൻ്റെ മുമ്പ് പറയണേ ഇത്ര വലിയ മർമോളാണ് കെട്ടിച്ചത് എന്ന് പറയും. ഹീറോയിൻ ചേച്ചിട്ടാണ്ടി അതേ ഇപ്പോൾ ബിൽഡിങ് അത് ഗസ്റ്റ് ഹൗസൊക്കെ എല്ലാവരും ഹാപ്പി ആയിട്ട് ഫുഡെല്ലാം കഴിച്ച് എൻജോയ് ചെയ്യുന്നത്. നന്നായിട്ടുണ്ടാണ് വീട് ശരി എന്ന് പറയായിരുന്നു. അങ്ങനെ എല്ലാവരും ഫോട്ടോസ് എടുത്തിട്ട് എൻജോയ് ചെയ്ത് സ്വിമ്മിങ് പൂളെല്ലാം ഉണ്ടായിരുന്നു. ഹീറോയിൻ്റെ മമ്മിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. മർമോൾ നോക്കുന്നുണ്ട് പറയായിരുന്നു. ഹീറോയിൻ ചേച്ചി പറയായിരുന്നു ചേട്ടാ ചോക്കൊന്ന് പറയട്ടെ ഏട്ടാ എന്ന് പറയായിരുന്നു. ഹീറോയിൻ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. ഫാമിലി സന്തോഷത്തിലാണ് ഉള്ളത്. ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. അതുകൊണ്ട് വലിയ വീട് ലിഫ്റ്റെല്ലാം ഉണ്ടായിരുന്നു. ഹീറോയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു വീട്. നന്നായിട്ട് ഹാപ്പി എൻഡിങ് സ്റ്റോറീസ്. ബൈ ബൈ ടാറ്റാ.